ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ വിശദമായി. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായിച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी. പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ VBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. विकसित भारत जी राम जी योजना में पूरे 125 दिन मजदूर को रोजगार मिलेगा. और रोजगार देने की बात प्रधानमंत्री ऐसे नहीं कह रहे हैं. पहले साल ही विकसित भारत जी राम जी योजना में केंद्र ने जो अपना पैसा दिया है वो है 95,600 करोड़ रुपया और राज्यों का 40% शेयर मिलेगा. तो एक साल में ही खर्च होंगे 1,51,282 करोड़ रुपया. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്.
12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72ആയും വന്ദേ ഭാരത് സർവീസുകൾ 164ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കൽ ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മണിക്ക് മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20ഓളം ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VBG രാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.